1 second. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് നോട്ട്സിന്റെ കേസാണ്. നോട്ട്സ് മൺഡേ റിസീവ് ആവും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ദിവസം നമ്മൾ ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഓക്കെ, എക്സ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സീറോ റേറ്റഡ് വരാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. എക്സ്പോർട്ട് ഒക്കെ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ഉണ്ട്, ഗുഡ്സിന്റെ എക്സ്പോർട്ട് എങ്ങനെയൊക്കെയാണ് വരിക, യു എയിലാവുന്ന സമയത്ത് ഗുഡ്സിന്റെ എക്സ്പോർട്ട്, അന്ന് ആ എക്സ്പോർട്ടിന് നമുക്ക് 0%, അതുപോലെ സർവീസിന്റെ എക്സ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോയി, എക്സ്പോർട്ട് അല്ലാത്ത എക്സ്പോർട്ടിൽ തന്നെ 0% കിട്ടുന്നതും അല്ലാതെ 0% കിട്ടാത്ത നമ്മൾ ആദ്യം റിയൽ എസ്റ്റേറ്റ് കേസാണ്. റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ടാക്സ് റേറ്റ് മാറും എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഏത് പറഞ്ഞു, അതേപോലെ തന്നെ വരുന്ന സർവീസ് കൺസംഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് ഉദാഹരണം എടുത്തു തരുന്ന ഇതൊക്കെ ഇവന്റ് മാനേജ്മെന്റ് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, കണക്ഷൻ ഡിസ്റ്റർബൻസ് ഇൻ വോയിസ് ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ. ഓക്കെ ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് എക്സ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഓക്കെ ഓക്കെ, ഇനി അതിനുശേഷമുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. മൊഡ്യൂൾ 2 തന്നെയുള്ള ചാപ്റ്റർ 2ലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ 3 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കൽസ് തുടങ്ങുന്നത്. മൊഡ്യൂൾ 2 വരെ ഫസ്റ്റ് 2 മൊഡ്യൂളും മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം തിയറി ആയിരുന്നു. ഞാൻ നിങ്ങളോട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 മൊഡ്യൂളും തിയറട്ടിക്കൽ ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഈ വാറ്റിന്റെ ലോ പഠിക്കുകയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 3ലാണ് ഇതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ വാറ്റിന്റെ ഈ ലോ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫയൽ ചെയ്യും, എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് സിറ്റുവേഷനിൽ വരിക, എവിടെയൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 3ലാണ് അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 1 and 2ലാണ് ഇപ്പോൾ നമ്മൾ 2ലുള്ളത്. ചാപ്റ്റർ 2ലാണുള്ളത്. ചാപ്റ്റർ 2ല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RCM കുറിച്ചിട്ടാണ്. ഓക്കെ, സോ RCM അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, തീരെ റിവേഴ്സ് ചാർജ് മെക്കാനിസം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ RCM എന്ന് പറയുന്ന ഈ ഒരു മെക്കാനിസത്തെ കുറിച്ച് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ് ഈ RCM എന്നുള്ളത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം. നമ്മൾ പൊതുവെ ടാക്സ് അടക്കാരാ, ഞാൻ ഇതുവരെ പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം, ആ കൺസെപ്റ്റിലൂടെ ഒന്നും കൂടി പോവാം. ഓക്കെ, പൊതുവെ നമ്മൾ ആരെ ടാക്സ് എടുക്കുക, ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ, നമ്മളൊരു ഷോപ്പ് കീപ്പറാണ്, ഒരാൾ കസ്റ്റമറാണ്. ഓക്കെ, കസ്റ്റമറെ നമ്മൾ വാറ്റിന്റെ അല്ലെങ്കിൽ ടാക്സിൽ നമ്മൾ വിളിക്കുക റെസിപ്പിയന്റ് എന്നും, ഷോപ്പ് കീപ്പർ നമ്മൾ വിളിക്കുക സപ്ലയർ എന്നാണ്. അപ്പോൾ ഒരാൾ സപ്ലയർ ആയിരിക്കും, ഒരാൾ റെസിപ്പിയന്റ് ആയിരിക്കും. സപ്ലയർ എന്ത് ചെയ്യും, റെസിപ്പിയന്റിന് ഗുഡ്സ് വെക്കും, റെസിപ്പിയന്റ് എന്ത് ചെയ്യും, പേയ്മെന്റ് സപ്ലയർക്ക് തിരിച്ചു കൊടുക്കും. ഇതാണ് നോർമൽ മെക്കാനിസം അല്ലേ, ആണ് നമ്മൾ നോർമലി ഉണ്ടാവുന്ന മെക്കാനിസം. അപ്പോൾ ഈ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റിൽ എന്ത് കൂടി ഉണ്ടാവും, വാറ്റ് എമൗണ്ട് കൂടി ഉണ്ടാവും അല്ലെ. വാറ്റ് എമൗണ്ട് കൂടി ഇൻക്ലൂഡിങ് ആയിരിക്കും എന്ത് ചെയ്യുക, ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ സപ്ലയർ വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വാറ്റ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കും. ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യും, വാറ്റ് അടക്കും. ഇതാണ് നോർമലി ടാക്സ് അടക്കുന്ന മെത്തേഡ് അല്ലെ. ഇതാണ് നമ്മൾ സാധാരണ ടാക്സ് അടക്കുന്ന മെത്തേഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് FCM അല്ലെങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഓക്കെ, ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അല്ലെങ്കിൽ RCM കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
RCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു സപ്ലയർ ഉണ്ട്. ഓക്കെ, ഒരു സപ്ലയർ ഉണ്ട്, ഒരു റെസിപ്പിയൻ്റ് ഉണ്ട്. സപ്ലയർ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് റെസിപ്പിയന്റിന് കൊടുക്കുന്നു. റെസിപ്പിയന്റ് എന്ത് ചെയ്യുന്നു? സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. അല്ലെ, നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത് സപ്ലയർ റെസിപ്പിയന്റിനായിരിക്കും. റെസിപ്പിയന്റ് സപ്ലയർക്ക് എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് കൊടുക്കുന്നു. പക്ഷെ ഈ പേയ്മെന്റിൽ എന്തുണ്ടാവില്ല? വാറ്റ് ഉണ്ടാവില്ല. വാറ്റ് ഇല്ലാത്ത പേയ്മെന്റ് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിലുള്ള വാറ്റ് അടക്കണമല്ലോ, അത് ആരടക്കുക? അത് റെസിപ്പിയന്റ് നേരിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് വാറ്റ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക? വാറ്റ് അടക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ FCMന്റെ നേരെ ഓപ്പോസിറ്റ്. FCMൽ ആയിരുന്ന സമയത്ത് സപ്ലയർ എന്ത് ചെയ്യാണ്? റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് വാറ്റ് വാങ്ങിയിട്ട് സപ്ലയർ എന്ത് ചെയ്യുക? ഗവൺമെന്റിലേക്ക് അടക്കുന്ന മെത്തേഡാണ്. ഇവിടെ RCM വരുന്ന സമയത്ത്, RCM ആവുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവില്ല? വാറ്റ് ഉണ്ടാവില്ല. പകരം റെസിപ്പിയന്റ് ഡയറക്ട്ലി എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് വാറ്റ് കൊടുക്കും. അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അല്ലെങ്കിൽ RCM എന്ന് പറയുന്ന മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ടാക്സിലുള്ള ഒരു മെക്കാനിസം ആണ്. ഇത് നമ്മൾ ഇന്ത്യയിലുണ്ട് ഇതേ മെക്കാനിസം, UAE-ലുണ്ട് മെക്കാനിസം, സൗദിയിലുണ്ട് മെക്കാനിസം. ഇത് എല്ലാ രാജ്യത്തുള്ള മെക്കാനിസം തന്നെയാണ് RCM മെത്തേഡ്. അപ്പൊ ഈ RCM മെത്തേഡ് കൊണ്ട് എന്താണ് ഈ RCM മെത്തേഡ് കൊണ്ട് ശരിക്കും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ടാക്സ് നമ്മൾ സപ്ലയറെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും സുഖമായിരിക്കും റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ RCM മെത്തേഡ് ഇംപ്ലൈ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുക എന്താ? നമ്മൾ UAE-ലേക്ക് ഒരു സാധനം എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു പ്രൊഡക്റ്റ് UAE-ലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് UAE-ലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ UAE-ലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലായിരിക്കും എന്ത്? സപ്ലയർ ഉണ്ടാവുക. UAE-ലുള്ള ആളായിരിക്കും റെസിപ്പിയന്റ്. UAE-ലുള്ള ബിസിനസ് ആയിരിക്കും റെസിപ്പിയന്റ്. അപ്പൊ നോർമലി ടാക്സ് ആരാ അടക്കുക? റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങുന്ന കൂട്ടത്തിൽ എന്ത് വാങ്ങും? വാറ്റ് കൂടി വാങ്ങിയിട്ട് സപ്ലയർ ആണ് എന്ത് ചെയ്യുക? ഗവൺമെന്റിന് അടക്കുക. ഇതാണ് നോർമൽ മെക്കാനിസം അല്ലെങ്കിൽ FCM മെക്കാനിസം. പക്ഷേ ഈ ഒരു ട്രാൻസാക്ഷനിലെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്ക്. ഇപ്പൊ UAE ഗവൺമെന്റിന് ടാക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു സപ്ലയർ എന്ത് ചെയ്യണം? UAE-ലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് വാങ്ങിയിട്ട് ഈ ഇന്ത്യയിലുള്ള ആൾ എന്തിലേക്ക് അടക്കണം? UAE-ലേക്ക് ടാക്സ് അടക്കണം, അല്ലെ? സപ്ലയർ എന്ത് ചെയ്യണം? റെസിപ്പിയന്റ് കയ്യിൽ നിന്ന് വാങ്ങുന്ന ടാക്സ് സപ്ലയർ ഗവൺമെന്റിലേക്ക് അടക്കണം, FTA-ക്ക് അടക്കണം. അപ്പൊ അത് ആക്ച്വലി വേറൊരു രാജ്യത്ത് പോയി വന്നിട്ട് വേണം ഫണ്ട് എന്ത് ചെയ്യാന്? FTA-ക്ക് കിട്ടാൻ. അപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ത്? ഇവിടെ UAE-ൽ തന്നെയുള്ള റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി FTA വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. നേരെ എന്ത് ചെയ്യാം? നേരെ വാങ്ങിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ റെസിപ്പിയന്റ് ആണ് ബെറ്റർ എന്ന് തോന്നുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഇതിൽ പറയാം RCM മെക്കാനിസം പ്രകാരം ചെയ്യുന്നത്. അപ്പോൾ RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്പിയന്റ് ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നതിന് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ UAE-ൽ എന്തുണ്ട്? റിവേഴ്സ് ചാർജ് മെക്കാനിസം ഉണ്ട്. ഞാൻ പറഞ്ഞു റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റ്സ് ടാക്സ് ഇവേഷൻ ഇൻ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ. ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ടു UAE നടക്കുന്ന ട്രാൻസാക്ഷൻ, അതായത് ബോർഡർ കടന്ന് വരുന്ന ട്രാൻസാക്ഷനിലൊക്കെ ടാക്സ് ഇവേഡ് ആവാൻ അല്ലെങ്കിൽ ടാക്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് UAE-ൽ തന്നെ ഉള്ള ആൾ എന്ത് ചെയ്യുക? റെസിപ്പിയന്റ് എന്ത് ചെയ്യുക? ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ടാക്സ് അടക്കുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താ? റിഡ്യൂസസ് അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഓൺ നോൺ UAE സപ്ലൈസ്. UAE സപ്ലൈസ് അല്ലാത്ത ആൾക്കാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഒഴിവാക്കുക എന്നുള്ളതാണ് RCM മെത്തേഡ് കൊണ്ട് മറ്റൊരു ഉദ്ദേശം. അപ്പൊ രണ്ട് ഉദ്ദേശങ്ങളാണ് RCM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി UAE-ൽ എപ്പോഴാണ് RCM വരിക? ഏതൊക്കെ കേസിലാണ് UAE-ൽ RCM അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ട്രാൻസാക്ഷൻസിന് UAE-ൽ എന്ത് ചെയ്യണം? RCM ബേസിസിൽ വേണം ടാക്സ് അടക്കാൻ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 4 സിറ്റുവേഷനിലാണ് UAE-ൽ എന്ത് വരിക? RCM പ്രകാരം നമ്മൾ ടാക്സ് അടക്കേണ്ടി വരിക. അതിൽ ആദ്യത്തത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. UAE-ലേക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടത് RCM ബേസിസിലാണ്. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനി UAE-ലുള്ള കമ്പനിയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ UAE-ൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി എന്തായിരിക്കും? UAE-ലുള്ള കമ്പനി ആയിരിക്കും. UAE-ലുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 1 ടൺ ചപ്പൽ ഇമ്പോർട്ട് ചെയ്യാണ്. 1 ടൺ എന്ത് ചെയ്യുന്നുണ്ട്? ചപ്പൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യു എയിലുള്ള നമ്മൾ എന്ത് ചെയ്യും, യു എയിലുള്ള നമ്മൾ ഇന്ത്യയിലുള്ള നമ്മുടെ സപ്ലയർ ഇന്ത്യയിലാണ്, നമ്മളാണ് റെസിപ്പിയന്റ്, കാരണം നമ്മളാണ് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആള്, നമ്മളാണ് റെസിപ്പിയന്റ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ചപ്പൽ വാങ്ങിയതിന്റെ പേയ്മെന്റ് എന്ത് ചെയ്യും, ഇന്ത്യയിലുള്ള ആൾക്ക് പേയ്മെന്റ് കൊടുക്കും. അപ്പൊ നോർമലി ഞാൻ പറഞ്ഞു, നോർമലി നമ്മൾ എന്ത് ചെയ്യും, ചപ്പലിന്റെ പ്രൈസ് പ്ലസ് വാറ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യല്, സപ്ലയർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് സപ്ലയർ എന്ത് ചെയ്യും, ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ FTA എന്ത് ചെയ്യും, ഈ പേയ്മെന്റ് കൊടുക്കുക ചെയ്യുക, യു എയിലുള്ള FTA കൊടുക്കുക ചെയ്യുക. പക്ഷെ ഇത് ഇന്ത്യയിൽ പോയി തിരിച്ചു വരുന്നതിനേക്കാളും സുഖമാണ് എന്ത്, ഈ പറയപ്പെടുന്ന റെസിപ്പിയന്റ്, യു എയിൽ തന്നെയുള്ള റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വാറ്റ് എമൗണ്ട് കൊടുക്കണ്ട. പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി, ആ പെർട്ടിക്കുലർ സപ്ലയർക്ക് എത്രയാണോ അയാളുടെ പ്രൊഡക്റ്റിന്റെ മേലിലുള്ള പേയ്മെന്റ് അത് മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് വാറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക്, FTA ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് നമ്മൾ മുഖാന്തരം എന്ത് ചെയ്യുക, ഫയൽ ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് ഉദാഹരണം നോക്കാം, നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്തിൽ വരും, RCM വരും. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇനി ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് പോലെ തന്നെ അതിൽ കസ്റ്റംസ് ഡ്യൂട്ടി വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, നമുക്ക് ഇമ്പോർട്ടിന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇമ്പോർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ നോക്കാം. ഇനി അതല്ലാത്തത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ഗുഡ്സ് പോലെ തന്നെ സർവീസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേറൊരു രാജ്യത്തു നിന്ന് നമ്മൾ യു എയിലേക്ക് ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമ്മൾ RCM ബേസിസിലാണ് ടാക്സ് അടക്കേണ്ടത്. മൂന്നാമത്തത് പർച്ചേസസ് ഫ്രം ഡെസിഗ്നേറ്റഡ് സോൺ. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഡെസിഗ്നേറ്റഡ് സോൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, ഡെസിഗ്നേറ്റഡ് സോണ്, ഫ്രീ സോണ്. ഈ സോണുകളിലൊക്കെ ഉള്ള ടാക്സേഷനെ കുറിച്ച് പഠിക്കാൻ നമുക്കൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, ഈ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് മാറ്റി വെക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഡെസിഗ്നേറ്റഡ് സോൺ എന്നുള്ള പർച്ചേസിൽ RCM ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ ഡെസിഗ്നേറ്റഡ് ആണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സോണിന്റെ ചാപ്റ്ററിൽ പഠിക്കാം. നാലാമത്തത് ലോക്കൽ പർച്ചേസസ് ഫോർ സെർട്ടൻ ഗുഡ്സ്. ചില ഗുഡ്സിന്റെ ലോക്കൽ പർച്ചേസസിന് RCM അപ്ലിക്കബിൾ ആണ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇവിടുന്ന് പഠിക്കാനുള്ളത്. ഇമ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടിന്റെ ചാപ്റ്ററിൽ പഠിക്കും. നമ്മളിപ്പോൾ എക്സ്പോർട്ടിന്റെ ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളൂ, നമുക്കിനി ഇമ്പോർട്ട് പഠിക്കാനുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ RCM ഒന്നും കൂടി അവിടെ വീണ്ടും പഠിക്കും. അതുപോലെ ഡെസിഗ്നേറ്റഡ് സോണിന്റെ കാര്യവും നമ്മൾ എന്ത് ചെയ്യും, സോണുകളെ മാത്രം പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ട്. ഡെസിഗ്നേറ്റഡ് സോണ്, ഫ്രീ സോണിന്റെ ഒക്കെ ടാക്സേഷൻ പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അത് വീണ്ടും പഠിക്കും. ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ പോകുന്നത് ഈ നാലാമത്തെ പറഞ്ഞ പോയിന്റ് ആണ്, എന്ത്, ലോക്കൽ പർച്ചേസസ് ഓഫ് സെർട്ടൻ ഗുഡ്സ്. ചില ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, യു എയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് പർച്ചേസുമ്പോൾ തന്നെ ചില ഗുഡ്സിന് എന്ത് ചെയ്യണം, RCM ബേസിസിൽ വേണം ടാക്സ് അടക്കാൻ. അതിന്റെ ഉദാഹരണങ്ങൾ, ഒന്ന് ഹൈഡ്രോ കാർബൺസ് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ ഈ കെമിക്കൽ ഫോർമുല CH4, നമ്മൾ പണ്ട് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രജന്റെയും കാർബണിന്റെയും കൂടി ചേർന്ന കാർബൺ, അതായത് ബേസിക്കലി നമ്മൾ ഈ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ്. അതുപോലെ ക്രൂഡ് ഓയിൽ, പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ, പ്രഷ്യസ് മെറ്റൽ, ഹൈഡ്രോ കാർബൺസിനൊക്കെ എന്താണ്, ഈ പറഞ്ഞ RCM ബേസിസിലാണ് ടാക്സേഷൻ വരുന്നത്. അപ്പോൾ അതല്ലാതെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നോക്കാനുള്ളത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. കാരണം യു എയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ക്രൂഡ് ഓയിലൊന്നും ഉണ്ടാവില്ല എന്നല്ല, ക്രൂഡ് ഓയിലിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന് എന്താണ് RCM ബേസിസിലാണ് ടാക്സ് വരിക. പക്ഷെ അതല്ലാതെ കൂടുതലും വരിക ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസിന്റെ യു എയിലെ ലോക്കൽ പർച്ചേസുമേ നമ്മൾ RCM ബേസിസിലാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. ഇലക്ട്രോണിക് ഡിവൈസ്, RCM ഓൺ ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് RCM ആണ്. RCM എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താന്നുള്ളത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി RCM ഓൺ ഇലക്ട്രോണിക് ഗുഡ്സ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ, നമ്മൾ യു എയിലുള്ള ഒരാളാണ്. ഓക്കെ, നമ്മൾ യു എയിലുള്ളൊരു ഇലക്ട്രോണിക് ഗുഡ്സിന്റെ സപ്ലയർ ആണ്. ഇലക്ട്രോണിക് ഗുഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് ഡിവൈസിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം. ഇലക്ട്രോണിക് ഡിവൈസിന്റെ സപ്ലയർ ആണ് നമ്മൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഒരു കസ്റ്റമർക്ക് ഇലക്ട്രോണിക് ഡിവൈസ് വിറ്റു. ഓക്കെ, നമ്മളെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയന്റിന് നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രോണിക് ഡിവൈസ് വിറ്റു. ഇപ്പൊ നോർമലി യു എയിലുള്ള ബാക്കി എല്ലാ ബിസിനസ്സുകാരും എങ്ങനെ ചെയ്യാം, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കസ്റ്റമറെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ആ സാധനത്തിന്റെ വില പ്ലസ് വാറ്റ് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വാറ്റ് എമൗണ്ട് FTA അടക്കും, അല്ലെങ്കിൽ FTA വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് എന്ത് ചെയ്യും,
ആ എമൗണ്ട് കൊടുക്കും. ഇതാണ് ചെയ്യുക. പക്ഷെ ഇലക്ട്രോണിക് ഡിവൈസ് ഉള്ള ഷോപ്പാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നിങ്ങളുടെ ഷോപ്പിന് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മെത്തേഡിലല്ല ടാക്സ് അടക്കേണ്ടത്. പകരം RCM ബേസിസിലാണ് ടാക്സ് അടക്കേണ്ടത്. RCM ബേസിസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസിന്റെ സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി, റെസിപ്പിയന്റ് ആരാണോ അയാൾ എന്ത് ചെയ്യും, ഡയറക്ട്ലി FTA എന്ത് ചെയ്യും, ടാക്സ് കൊടുക്കും. സോ ഇലക്ട്രോണിക് ഡിവൈസിലാണ് RCM വരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് ഇമ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും RCM ഉണ്ട്. ഇവിടെ ഇമ്പോർട്ട് അല്ല, ലോക്കൽ സപ്ലൈ ആണ്. അതായത് UAE അകത്ത് തന്നെയുള്ള ഡൊമസ്റ്റിക് സപ്ലൈ ആണ്. അല്ലാതെ വേറെ പുറത്ത് രാജ്യത്ത് നിന്ന് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. UAE ഉള്ളിൽ തന്നെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് സെല്ല് ചെയ്യുന്ന ഷോപ്പാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസുമായി ബന്ധപ്പെട്ട കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അവിടെ ടാക്സേഷൻ RCM ബേസിസിലാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് എന്താണെന്ന് അറിയണം അല്ലെ? ഏതൊക്കെയാണ് ഇലക്ട്രോണിക് ഡിവൈസിൽ വരിക? ഞാൻ ഈ പറയാൻ പോകുന്ന ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ട് വാറ്റിന്റെ പർപ്പസിന് UAE യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൊബൈൽ ഫോണ്, ഓക്കെ, 2 സ്മാർട്ട് ഫോണ്, 3 കമ്പ്യൂട്ടർ ഡിവൈസ്, 4 ടാബ്ലറ്റ് ആൻഡ് 5 പീസസ് ആൻഡ് പാർട്സ് ഓഫ് മേലെ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ. ഓക്കെ, ഈ 5 പ്രൊഡക്റ്റുകൾ മാത്രമേ എന്തുള്ളൂ, UAE വാറ്റിന്റെ പർപ്പസിന് ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ട് RCM കാണുന്നുള്ളൂ. അതായത് ഒരിക്കലും എന്ത് വിചാരിക്കരുത്, TV വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞാൽ അവിടെ RCM ആണ് എന്ന് വിചാരിക്കരുത്. അവിടെ RCM അല്ല, അവിടെ FCM തന്നെയാണ്. ഓക്കെ, അതായത് TVയും ഫ്രിഡ്ജും ഒന്നും എന്തിൽ പെടുത്തിയിട്ടില്ല, ഇലക്ട്രോണിക് ഡിവൈസിൽ പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ TV അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസ്, നമ്മൾ ജനറലി പറയുമ്പോൾ ഇതൊക്കെ എന്തിലാണ് ഉൾപ്പെടുത്തുക, ഇലക്ട്രോണിക് ഡിവൈസിലാണ് ഉൾപ്പെടുത്തുക. പക്ഷെ അതൊന്നും എന്തല്ല, ഇവിടെ ഇലക്ട്രോണിക് ഡിവൈസിൽ ഉൾപ്പെടുത്തരുത്. നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയാം. ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഷോപ്പിൽ നമ്മൾ TVയും ഫ്രിഡ്ജും ഒക്കെ പറയും. പക്ഷേ വാറ്റിന്റെ ലോയില്, FTA വാറ്റിന്റെ റൂളില് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് 5 പ്രൊഡക്റ്റുകളെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ 5 പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് UAE എന്ത് വരുള്ളൂ, RCM പ്രകാരം ടാക്സ് വരുള്ളൂ. അതിൽ ഏതൊക്കെ 5 പ്രൊഡക്റ്റുകൾ? ഒന്ന് മൊബൈൽ ഡിവൈസ്, 2 സ്മാർട്ട് ഫോണ്, മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോൺ. ഓക്കെ, സ്മാർട്ട് ഫോൺ മൊബൈൽ ഫോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടച്ചുള്ള ആ ടൈപ്പ് മൊബൈൽ ഫോണ്, ടച്ചുള്ള ടൈപ്പ് സ്മാർട്ട് ഫോണ്, അല്ലാത്ത സാധാരണയുള്ള മൊബൈൽ ഫോണ്. ഓക്കെ, രണ്ടും. പിന്നെ കമ്പ്യൂട്ടറിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാബ്ലറ്റ്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ പീസും പാർട്സും, അതായത് ലാപ്ടോപ്പിന്റെ പാർട്സ്, കമ്പ്യൂട്ടറിന്റെ പാർട്സ്, മൊബൈലിന്റെ പാർട്സ്, അതിന്റെ കാര്യങ്ങൾ, ഇതിനെ ഈ പറയപ്പെട്ട 5 പ്രൊഡക്റ്റുകളാണ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ട ഏത് രീതിയിലായിരിക്കും? RCM മെത്തേഡില്. ഓക്കെ, RCM മെത്തേഡ് പ്രകാരമായിരിക്കും ടാക്സ് അടക്കേണ്ടി വരിക. അപ്പോൾ അതിന്റെ റീസെൽ ആയിക്കോട്ടെ, യൂസേജ് ആയിക്കോട്ടെ, ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസിന്റെ റീസെയിൽസിലുള്ള കടയാണെങ്കിലും യൂസേജ് പർപ്പസിനാണെന്നുണ്ടെങ്കിലും രണ്ടിനും RCM പ്രകാരമാണ് ടാക്സ് അടക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ലിസ്റ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടതാ, നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണോ സപ്ലൈ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, ആർ യു സപ്ലൈയിങ് ഇലക്ട്രോണിക് ഡിവൈസ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ, നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ സെല് ചെയ്യുന്നത് നോക്കുക. അത് റീസെയിൽ ഓർ മാനുഫാക്ചർ പർപ്പസിനാണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഡിക്ലറേഷൻ ഫ്രം ദ കസ്റ്റമർ ആൻഡ് കൺഫേം രജിസ്റ്റേർഡ് അല്ലേ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്ലയർ ഡോണ്ട് ചാർജ് വാറ്റ്, RCM ഈസ് അപ്ലിക്കബിൾ. എന്താ പറഞ്ഞത്? ആദ്യം നോക്കേണ്ടത് ഇലക്ട്രോണിക് ഡിവൈസ് വിൽക്കുന്ന കടയാണോ നോക്കുക. അതിന് ആദ്യം ഇലക്ട്രോണിക് ഡിവൈസ് ഏതാ അറിയണം. ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ പറഞ്ഞു 5 സാധനങ്ങളാണ് പൊതുവെ ഇലക്ട്രോണിക് ഡിവൈസിൽ പറയുന്നത്. മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ്, കമ്പ്യൂട്ടർ ഡിവൈസ്, ടാബ്ലറ്റ്, ഈ പറയപ്പെട്ട 4 ഈ സാധനങ്ങളുടെയും പാർട്സ്. ഓക്കെ, ഈ 5 ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് വിൽക്കുന്ന സപ്ലയർ ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്നത് നമ്മുടെ റെസിപ്പിയന്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ നോക്കുക. രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ, അതായത് വാറ്റിൽ രജിസ്ട്രേഷൻ ഉള്ള ആളാണോ നോക്കുക. ഓക്കെ, വാറ്റിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളാണെങ്കിലോ, ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ FCM ബേസിസ് തന്നെ ടാക്സ് അടക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സാധാരണ ഒരു കസ്റ്റമർ, ഒരു B2C കസ്റ്റമർ വന്നു. B2C പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മൊബൈൽ ഷോപ്പിലാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു, മൊബൈൽ വാങ്ങാൻ വന്നു. ഇയാൾക്ക് വാറ്റിന് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ടാക്സ് അടക്കേണ്ട ഏത് മെത്തേഡ് പ്രകാരം?
FCM മെത്തേഡ് പ്രകാരമാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മൊബൈൽ ഷോപ്പിൽ തന്നെയാണ്, പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഒരു ബൾക്ക് മൊബൈൽ ഷോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ടീം വന്നു, അല്ലെങ്കിൽ മൊബൈൽസ് വാങ്ങാൻ വേണ്ടി വേറൊരു ടീം വന്നു. പക്ഷെ അവർ വാറ്റിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അതെന്തായി? B2B ട്രാൻസാക്ഷൻ ആയി. B2B ട്രാൻസാക്ഷൻ. അപ്പോൾ അവർ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാമെന്നാണ്. അവരുടെ വാറ്റ് അടക്കേണ്ടത് RCM മെത്തേഡിലാണ്. ഓക്കെ. അപ്പോൾ റെസിപ്പിയന്റ് എന്തായിരിക്കണം? രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ. രജിസ്റ്റേർഡ് റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് സപ്ലയർ നമ്മൾ എന്ത് ചെയ്യുക? സപ്ലയർ എന്ത് ചെയ്യണം? മൊബൈൽ ഫോൺ കൊടുത്തു. നമുക്ക് റെസിപ്പിയന്റ് എന്ത് തരും? ഈ മൊബൈൽ ഫോണിന്റെ പേരിലുള്ള പേയ്മെന്റ് തരും. ഇപ്പൊ നമ്മൾ 100 ദിർഹത്തിനാണ് മൊബൈൽ ഫോൺ വിറ്റതെങ്കിൽ 100 ദിർഹം മാത്രം തരും. ഇനി ഈ 100 ദിർഹം നമ്മളാണ് വിറ്റത് അല്ലെ? നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് ടാക്സ് അടക്കാനുണ്ട്. 100 × 5% അല്ലെങ്കിൽ 100ന്റെ 5% വാറ്റ് ആയിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കാണ്ട്. ആ വാറ്റ് പൊതുവെ നമ്മൾ എന്താ ചെയ്യാറ്? റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് 100ന്റെ കൂടെ എന്ത് ചെയ്യും? +5% വാറ്റും കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗവൺമെന്റിന് കൊടുക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ? നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് വിൽക്കുന്ന സപ്ലയർ ആണ്. നമ്മുടെ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളല്ല ടാക്സ് അടക്കേണ്ടത്. പകരം റെസിപ്പിയന്റ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യണം? RCM ബേസിസിൽ ടാക്സ് അടക്കണം. സോ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് ഡിവൈസസ് ഉള്ള സ്ഥാപനത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് RCM വരുന്നത്. ഇനി RCMന്റെ വാറ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 5% തന്നെ. നമ്മൾ നേരത്തെ FCMന് പറഞ്ഞ പോലെ തന്നെ 5% തന്നെയാണ് RCMന്റെയും ടാക്സ് റേറ്റ്. അപ്പോൾ RCM ആണെന്ന് വിചാരിച്ചിട്ട് ടാക്സ് റേറ്റ് മാറുമൊന്നുമില്ല. 5% തന്നെയാണ് ടാക്സ് റേറ്റ് വരിക. ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, എങ്ങനെയാണ് ഈ RCM ബേസിസിൽ റെസിപ്പിയന്റ് ടാക്സ് അടക്കുക? അതൊരു വലിയ കൺഫ്യൂഷൻ ആണല്ലോ. RCM പ്രകാരം റെസിപ്പിയന്റ് ആണ് ടാക്സ് അടക്കേണ്ടത് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് റെസിപ്പിയന്റ് RCM ബേസിസിൽ ടാക്സ് അടക്കുക? അത് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളാണ് രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ. റെസിപ്പിയന്റ് നമ്മളാണ്. നമുക്കൊരു സപ്ലയർ ഉണ്ട്. സപ്ലയർ ഇന്ത്യയിലാണ്. നമ്മൾ UAE-യിലുമാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള സപ്ലയറെ കയ്യിൽ നിന്ന് UAE-യിലുള്ള നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ RCM ബേസിസിൽ ടാക്സ് അടക്കണം. അപ്പൊ നമ്മളാണ് ഇമ്പോർട്ട് ചെയ്തത്. നമ്മൾ രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണ്. നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടക്കാൻ ബാധ്യസ്ഥൻ. അപ്പൊ നമ്മൾ RCM മെത്തേഡ് പ്രകാരം ടാക്സ് അടക്കണം എന്ന് മനസ്സിലായി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവിടെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക? FTന്റെ പോർട്ടലിൽ നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രജിസ്റ്റേർഡ് നമ്മൾ ഈ വാങ്ങിയ അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റിന്റെ പേരിലുള്ള ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി കാണിക്കുക. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക? സൈറ്റിൽ നോക്കിയിട്ട് തന്നെ കാണാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ടാക്സ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? FTന്റെ സൈറ്റിൽ കാണിക്കുക. അപ്പൊ അവിടെ എന്ത് കാണിക്കേണ്ടി വരും? എത്ര എമൗണ്ടിനാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് എന്നുള്ളത് കൊടുക്കുക. അതിന്റെ വാറ്റ് എമൗണ്ട് എത്രയെന്നുള്ളത് കാണിക്കുക. അപ്പൊ ഔട്ട്പുട്ട് കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ രജിസ്റ്റേർഡ് റെസിപ്പിയന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ? അയാൾ അല്ലെങ്കിൽ മുന്നോട്ട് അടച്ച ടാക്സ് ഒക്കെ അല്ലെങ്കിൽ സപ്ലയർക്ക് കിട്ടുന്നൊക്കെ ഗുണം എന്താ? ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതേ വാറ്റ് റിട്ടേണിൽ ഇൻപുട്ട് ടാക്സും ഇതേ സാധനത്തിന്റെ ക്ലെയിം ചെയ്യാം. അപ്പൊ നെറ്റ് എഫക്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമ്മൾ തന്നെ ഔട്ട്പുട്ടും കാണിക്കുന്നു, അതേ പ്രൊഡക്റ്റിന്റെ ഇൻപുട്ടും നമ്മൾ തന്നെ എടുക്കുന്നു. അപ്പൊ നെറ്റ് എഫക്ട് 0 ആയിരിക്കും വരിക. മേലെ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കും, താഴെ നമ്മൾ ഇൻപുട്ടും കൊടുക്കുക. അത് നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. വാറ്റ് റിട്ടേണിൽ എവിടെയാണ് കൊടുക്കുക എന്താന്നുള്ളതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? RCM പ്രകാരം ടാക്സ് അടക്കുക എന്നുള്ളത്. അതിനിപ്പോ ഒരു ബോക്സുകളായിട്ടാണ് പറയാ. നമ്മള് വാറ്റ് റിട്ടേണിൽ ബോക്സുകളായിട്ടുണ്ടാവുക. ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ബോക്സുകളാണ്. ബോക്സ് 3, ബോക്സ് 10 എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. തീരെ പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വാറ്റിന്റെ സൈറ്റ് തീരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബോക്സ് 3, ബോക്സ് 10 പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ പ്രാക്ടിക്കലി ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ബോക്സ് 3, ബോക്സ് 10 കൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്, എവിടെയാണ് RCM പ്രകാരം ടാക്സ് അടക്കുമ്പോൾ എവിടെയാണ് ഈ എമൗണ്ട് അടിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഓക്കെ. ഇപ്പോൾ ഇതിന്റെ തിയറി സൈഡ് മാത്രം മനസ്സിലാക്കുക. എന്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ RCMലാണ് ടാക്സ് അടക്കേണ്ടത്. അത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും. പിന്നെയോ ചില പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ട്, അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ RCM പ്രകാരമാണ് ടാക്സ് അടക്കേണ്ടത്. അതിൽ ഇലക്ട്രോണിക് ഡിവൈസിൽ ഏതൊക്കെ പെടും എന്നുള്ളതും
പ്രത്യേകം പഠിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ ടി വി ഫ്രിഡ്ജൊക്കെ ഉള്ള ഒരു ഷോറൂമിലൊക്കെ കയറി ചെന്നിട്ട് ടി വിക്കും ഫ്രിഡ്ജിനൊക്കെ RCM ആണെന്ന് പറയരുത്. ടി വി ഫ്രിഡ്ജ് ഇതിനൊന്നും എന്തല്ല RCM ഇല്ല. കാരണം ഇതൊന്നും ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, FDA ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇലക്ട്രോണിക് ഡിവൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രൊഡക്റ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, ഇതിന്റെ പാർട്സ്. ഓക്കെ, ഈ സമയത്ത് ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്ക് വെക്കണം. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയന്റിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് അടക്കേണ്ടത് RCM ബേസിസിലാണ്. ഓക്കെ, സോ അതാണ് RCMലുള്ള ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ട്, അത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. ഗോൾഡിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ചാപ്റ്റർ ഇമ്പോർട്ട് വരുന്ന സമയത്ത് അവിടെ ഗോൾഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതും ഗോൾഡിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ. കാരണം ഗോൾഡ് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയുന്നതാണ്, ഗോൾഡിൽ ട്രാൻസാക്ഷൻസ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും ഗോൾഡ് കൊണ്ടുവരുന്നതും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റംസിലെ ആ ചാപ്റ്ററുമായി ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒന്നും കൂടി പറയാം. ഓക്കെ, സോ RCMൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം RCM എന്താണെന്ന് മനസ്സിലാവണം. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണം. RCM പ്രകാരം ആരാ ടാക്സ് അടക്കുക? റെസിപ്പിയന്റ് ആണ് ടാക്സ് അടക്കുക, സപ്ലയർ അല്ല. റെസിപ്പിയന്റ് ഡയറക്ട്ലി ആണ് ടാക്സ് അടക്കുക. ഏതൊക്കെ ഐറ്റത്തിനാണ് RCM വരിക എന്നുള്ളത് അറിയണം. ഇമ്പോർട്ടിന്, അതുപോലെ ഡെസിഗ്നേറ്റഡ് സോണിന്റെ പർച്ചേസിന്, പിന്നെ ലോക്കൽ പർച്ചേസ് ഓഫ് സെർട്ടൻ ഗുഡ്സ്. അത് തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളോട് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു RCM കേസാണ്, ഇലക്ട്രോണിക് ഡിവൈസിന്റെ RCM. ഇതിന് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എവിടെയും ഇത് പഠിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ചാപ്റ്ററിന് എന്തായാലും ഓർമ്മയിൽ നിൽക്കണം. ഇലക്ട്രോണിക് ഡിവൈസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് RCMലാണ് ടാക്സ് അടക്കുക. ഓക്കെ, ഇനി RCMന്റെ ബുക്കിംഗ് ഒക്കെ എൻട്രി ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട്സിൽ എൻട്രി ഇടുക എന്നുള്ളത്. അക്കൗണ്ട്സിൽ എങ്ങനെയാണ് RCMന്റെ എൻട്രി ഇടുക? അക്കൗണ്ട്സിൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിനെ ലയബിലിറ്റി ആക്കി ഇടുക, അതുപോലെ ഇൻപുട്ടിനെ എന്ത് ചെയ്യുക, അസറ്റ് ആക്കി കാണിക്കുക. നമ്മൾ ഔട്ട്പുട്ടും നമ്മൾ ഇടുക, ഇൻപുട്ടും നമ്മൾ ഇടുക. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എൻട്രി ഇടുക, പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ഇടുക, ലാപ്ടോപ്പ് അക്കൗണ്ട് അസറ്റ് ആണെന്ന് വിചാരിച്ചോ. ലാപ്ടോപ്പ് അക്കൗണ്ട് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് അക്കൗണ്ട്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. അതായത് ഇൻപുട്ട് അക്കൗണ്ട് ഒരു അസറ്റ് പോലെ തന്നെ നമ്മൾ കാണിച്ചിട്ട് എന്ത് ചെയ്യും, കാരണം ഇത് നമ്മൾ ഇങ്ങോട്ട് ക്ലെയിം ചെയ്യുന്ന ഇൻപുട്ട് അല്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് അക്കൗണ്ട് ആയിട്ട് കാണിച്ചിട്ടാണ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി ഇടുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴാണ് വരിക, നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഞാനൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാഷ് സെയിലാണെന്ന് വിചാരിച്ചോ. ക്യാഷ് സെയിലാണെന്നുണ്ടെങ്കിൽ എന്ത് എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. എന്ത് സാധനമാണോ ആ സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട്പുട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ടു ഔട്ട്പുട്ട് വാറ്റ് അക്കൗണ്ട്. ഇതാണ് നോർമലി എൻട്രി വരിക. ഇതേ എൻട്രി തന്നെ നമ്മൾ അവിടെ ഇട്ടാലും മതി. എന്ത് RCM പ്രകാരം ചെയ്യുന്ന സമയത്ത് ഈ ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും എൻട്രിയും കൂടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ നെറ്റ് എഫക്റ്റ് എന്തായി പോകും, 0 ആയി പോകും. അപ്പൊ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ ചെയ്യാം. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ RCM പ്രകാരം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ RCM പ്രകാരം ടാക്സ് അടക്കേണ്ട പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടും നമ്മൾ അതേ റിട്ടേണിൽ കാണിക്കും, ഇൻപുട്ടും നമ്മൾ എന്ത് ചെയ്യും, അതേ റിട്ടേണിൽ തന്നെ കാണിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്യണേ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയന്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണേ, ഔട്ട്പുട്ട് നമ്മൾ അങ്ങോട്ട് ടാക്സ് കൊടുക്കുന്നു, പ്ലസ് നമ്മൾ അതേ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, അതേ കൊടുത്ത ആ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് തന്നെ ഇൻപുട്ട് എടുക്കുകയും ചെയ്യുന്നു. കാരണം എന്താ, നമ്മുടെ പർച്ചേസ് ആണ് ആക്ച്വലി ഇത്. ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, പ്രൊഡക്റ്റ് വേറൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വേണ്ട, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം. ഇത് ഇലക്ട്രോണിക് ഡിവൈസിന്റെ കേസ് തന്നെ പറയാം. ഇലക്ട്രോണിക് ഡിവൈസ് നോർമൽ കേസ് ആണെന്ന് ആലോചിച്ച് നോക്ക്. നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലയർ ഉണ്ട്, അപ്പുറത്തൊരു റെസിപ്പിയന്റും ഉണ്ട്. ഒരു സപ്ലയർ ഉണ്ട്, ഒരു റെസിപ്പിയന്റ് ഉണ്ട്. സാധാരണ എന്താ ചെയ്യുക, സപ്ലയർ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് ഡിവൈസ് ഇയാൾക്ക് വെക്കും, റെസിപ്പിയന്റ് ഇയാൾക്ക് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിക് ഡിവൈസിന്റെ എമൗണ്ട് പ്ലസ് വാറ്റ് എമൗണ്ട് എന്ത് ചെയ്യും, കൊടുക്കും. എന്നിട്ട് സപ്ലയർ എന്ത് ചെയ്യും, ഇതിൽ എമൗണ്ട്, ഇലക്ട്രോണിക് ഡിവൈസിന്റെ എമൗണ്ട് ഇയാളുടെ പോക്കറ്റിലിടും, വാറ്റ് എമൗണ്ട് ഇയാൾ എന്ത് ചെയ്യും, ഗവൺമെന്റിലേക്ക് FTA കടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിപ്പിയന്റ് ആയിട്ടുള്ള നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ, ഇതൊരു പർച്ചേസ് ആണ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ സപ്ലയറെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ടാക്സ് എന്താ, നമ്മൾ അതിന് പറയാ ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം അല്ലേ. ഈ ഇൻപുട്ട് ടാക്സ്, ഈ വാറ്റ് ഇൻപുട്ട് വാറ്റ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം അല്ലേ. നമ്മൾ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാറാണ് പൊതുവെ ചെയ്യാറ് അല്ലേ. ഇതാണ് നോർമൽ FCMൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ RCM ആവുന്ന സമയത്തോ,
RCM ആവുന്ന സമയത്ത് സപ്ലയർ ഉണ്ട്, റെസിപ്പിയന്റ് ഉണ്ട്. സപ്ലയർ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കുന്നു. റെസിപ്പിയന്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൊടുക്കുന്നു, വാറ്റ് എമൗണ്ട് കൊടുക്കുന്നില്ല അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, FTA വാറ്റ് എമൗണ്ട് അടക്കുകയാണ്. ഈ അടക്കുന്ന വാറ്റ് എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരെന്താ, ഔട്ട്പുട്ട് വാറ്റ്. കാരണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇയാൾ സെല്ല് ചെയ്തതിന്റെ പേരിൽ, സപ്ലയർ നമ്മളെ റെസിപ്പിയന്റിന് വിറ്റതിന്റെ പേരിൽ സപ്ലയർ കൊടുക്കേണ്ട ടാക്സ് ആയിരുന്നു ഇത് അല്ലെ. ആ സപ്ലയർ കൊടുക്കുമ്പോൾ അതിനെ വിളിച്ചു വരുന്ന പേരെന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് വാറ്റ് എന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്, ബട്ട് സ്റ്റിൽ അതിന് പറയുന്ന പേരെന്താ, ഔട്ട്പുട്ട് വാറ്റ്. പക്ഷേ നമ്മൾ റെസിപ്പിയന്റ് ഇവിടെ ശരിക്കും എന്താ ചെയ്തിട്ടുള്ള, ഒരു പർച്ചേസ് ആണ്. പർച്ചേസുമ്പോൾ എന്തുണ്ടാവും, ഇൻപുട്ട് ടാക്സ് ഉണ്ടാവും. അപ്പൊ അതേ വാറ്റ് റിട്ടേണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടാക്സും ക്ലെയിം ചെയ്യാം. അപ്പോൾ RCM ഉണ്ട് എന്നുണ്ടെങ്കിൽ RCMന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ റിട്ടേണിനകത്ത് ഔട്ട്പുട്ടും നമ്മൾ കാണിക്കണം, ഇൻപുട്ടും നമ്മൾ കാണിക്കണം. അപ്പൊ ഇമ്പോർട്ടുള്ള കമ്പനി എന്താ ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റിന്റെ പേരിലുള്ള വാറ്റ് എമൗണ്ട്, നമ്മളാണ് UAE നമ്മളായിരിക്കുമല്ലോ റെസിപ്പിയന്റ്, വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ആളായിരിക്കും സപ്ലയർ. അപ്പൊ നമ്മൾ UAE നമ്മുടെ കമ്പനി എന്താ ചെയ്യേണ്ടത്, വാറ്റ് റിട്ടേണിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റിന്റെ പേരിലുള്ള ഔട്ട്പുട്ട് ടാക്സും നമ്മൾ കാണിക്കും, ഇൻപുട്ട് ടാക്സും നമ്മൾ കാണിക്കും. ഓക്കെ, രണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരേ വാറ്റ് റിട്ടേണിൽ തന്നെയാണ് കാണിക്കുക. അപ്പൊ രണ്ടും എന്തായി പോകും, ക്ലെയിം ചെയ്ത് പോകുമ്പോൾ 0 ആയിട്ട് ബാലൻസ് വരും. ഓക്കെ, സോ ഇനി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ക്ലാരിറ്റി, പ്രാക്ടിക്കലി ഫയൽ ചെയ്യുന്ന സമയത്ത്, റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്ത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, നേരത്തെ മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോണ്ടു. ഓക്കെ, സോ അതാണ് RCMന്റെ കേസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ്, പ്ലേസ് ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കാണ്, ചാപ്റ്റർ നമ്പർ 3 ആണ്, മൊഡ്യൂൾ 2-ലെ. അതായത് ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊരു കൺസെപ്റ്റ് ആണ്. എന്താ ഈ ഡേറ്റ് ഓഫ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഡേറ്റ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാൻ ഇന്നത്തെ ദിവസം, ഇന്ന് 20/12/2025 UAE ഞാൻ എന്ത് ചെയ്തു, ഒരു കസ്റ്റമർക്ക് ഒരു സാധനം വിറ്റു. അപ്പൊ നോർമലി എന്താ ചെയ്യുക, നമ്മൾ കസ്റ്റമർ കയ്യിൽ നിന്ന് പേയ്മെന്റിന്റെ കൂടെ വാറ്റ് വാങ്ങും. എന്നിട്ട് ആ വാറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, വാറ്റ് ഗവൺമെന്റിലേക്ക് അടക്കും. അപ്പൊ നമ്മൾ ആ വിറ്റ മൊമെന്റിൽ തന്നെ നമ്മൾ എന്തിന് ബാധ്യസ്ഥനാണ്, വാറ്റിന് നമ്മൾ ബാധ്യസ്ഥനാണ് അല്ലെ. വിറ്റ ആ മൊമെന്റിൽ തന്നെ വാറ്റ് കൊടുക്കാൻ നമ്മൾ എന്താണ്, ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ ആ വിറ്റിട്ടുണ്ട്, പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് മന്തിലെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാറ്റ് എമൗണ്ട് കാണിച്ചിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാൻ. ഇങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യാറ് അല്ലേ. പക്ഷേ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഈവൻ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും, പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ കൂടിയും, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ആ മൊമെന്റിൽ വാറ്റ് കൊടുക്കേണ്ടി വരില്ല. വാറ്റ് ചിലപ്പോൾ ആ മൊമെന്റിലായിരിക്കൂല കൊടുക്കേണ്ടി വരിക. വാറ്റ് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വാറ്റ് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് വാറ്റ് കൊടുത്താൽ മതിയാവും. ചിലപ്പോൾ അതിനു മുന്നേ നിങ്ങൾ വാറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിറ്റതിനും മുന്നേ ചിലപ്പോൾ ശരിക്കും വാറ്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഡേറ്റ് ഓഫ് സപ്ലൈ. ഓക്കെ, ഡേറ്റ് ഓഫ് സപ്ലൈ ഒരു പ്രൊഡക്റ്റിന്റെ പേരിലുള്ള, അല്ലെങ്കിൽ ഒരു സർവീസിന്റെ അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഒക്കെ പേരിലുള്ള വാറ്റ് അടക്കുന്ന ദിവസം, അല്ലെങ്കിൽ വാറ്റ് അടക്കാൻ നമ്മൾ ബാധ്യസ്ഥനായ ദിവസത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഡേറ്റ് ഓഫ് സപ്ലൈ. കാരണം വാറ്റ് അടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ എന്ന് നടന്നോ അന്നത്തെ ദിവസമാണ് എന്ത് ചെയ്യേണ്ടത്, വാറ്റ് അടക്കാൻ നമ്മൾ ബാധ്യസ്ഥനാവുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസമാണ് വാറ്റ് കൊടുക്കാനുള്ളത്, പക്ഷെ ചിലപ്പോൾ അതാവില്ല. നിങ്ങൾക്ക് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ഓഫ് സപ്ലൈന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത്, ഡേറ്റ് ഓഫ് സപ്ലൈ കൊണ്ട് പറയുന്നത്, നിങ്ങൾ ഈ പറയപ്പെടുന്ന 3 ഡേറ്റുകളിൽ, താഴെ നമ്മൾ 3 ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഡേറ്റുകളിൽ ആദ്യം ഏത് ദിവസം നടക്കുന്നോ അതാണ് ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ, റൂൾ ഇങ്ങനെയാണ്, ജനറൽ റൂളാണ്. അത് ഗുഡ്സിനും സർവീസിനും ഇതേ റൂൾ തന്നെയാണ്. UAE ഗുഡ്സിനും സർവീസിനും ഇതേ റൂളാണ്. എന്താ റൂള്, താഴെ പറയുന്ന 3 എണ്ണത്തില് ആദ്യം ഏത് സംഭവിക്കുന്നു അതാണ് ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ താഴെ പറയുന്നത്, ഒന്ന് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർവീസ്, രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂവൻസ്, മൂന്നാമത്തത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് റെസിപ്റ്റ്, പാർഷ്യൽ ഓർ ഫുൾ. നമുക്കൊരു ഗുഡ്സ് വിൽക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. ഒരു ഗുഡ്സ് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഗുഡ്സ് ഞാൻ ഇന്നത്തെ ദിവസം വിറ്റു, 20/12/25 ഞാൻ വിറ്റു. ഓക്കെ, അപ്പൊ ഇതാണെന്ത്, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ
ഓഫ് ഗുഡ്സ്. കാരണം ഞാൻ ഇന്ന് ഒരാൾക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസം ഇന്നാണ്. ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 20/12/2025. എന്നാൽ വേറെ 2 ഡേറ്റ് ഉണ്ട്. 20/12/2025 ഞാൻ ഈ പ്രൊഡക്റ്റ് ഇയാൾക്ക് വിറ്റത്. പക്ഷെ ഞാൻ ഇയാൾക്ക് ഇൻവോയ്സ് അയച്ചു കൊടുത്തത് 21-ാം തീയതിയാണ്. നാളെയാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻവോയ്സ് അയക്കുന്നുള്ളൂ. ഓക്കെ, ഗുഡ്സ് ഒന്ന് വിറ്റു, അതായത് ഇന്നത്തെ ദിവസം അയാൾക്ക് എന്ത് ചെയ്തു, ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. വിറ്റു എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ട്രാൻസ്ഫർ ചെയ്തു. ഇയാൾ എന്ത് ചെയ്തു, എൻ്റെ ഷോപ്പിൽ നിന്ന് സാധനം എടുത്ത് അയാളുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു, 20-ാം തീയതി കഴിഞ്ഞു. 21-ാം തീയതി നാളെ അയാൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവോയ്സ് കൊടുക്കുന്നു. അപ്പൊ അതാണെന്ത്, ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഓക്കെ, ഇനി ഈ കസ്റ്റമർ എനിക്ക് പേയ്മെന്റ് തരുന്നതോ 22-ാം തീയതിയാണ്. 22/12/25 ഇയാൾ എന്ത് ചെയ്തു, പേയ്മെന്റ് തന്നു. സോ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. അപ്പൊ വാറ്റിന്റെ ലോ പറയുന്നത് എന്താ, ഈ ദിവസത്തിൽ 3 ആദ്യം ഏതാണോ, ഇയർലിസ്റ്റ് ഏത് ഡേറ്റിലാണോ അന്നാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് സപ്ലൈ. അപ്പൊ ഇതിൽ ഏറ്റവും ഇയർലിസ്റ്റ് ഏതാ സംഭവിച്ചത്, 20/12 അല്ലെ. ആദ്യത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20-ാം തീയതിയാണ്. അപ്പൊ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്നാ, 20/20 ഇവിടുത്തെ ഡേറ്റ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതുകൊണ്ട് ഇപ്പൊ എന്താ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം 20/12/25 എനിക്ക് എന്ത് കിട്ടി, ഒരു പേയ്മെന്റ് അഡ്വാൻസ് കിട്ടി. അഡ്വാൻസ് കിട്ടി. ഒരു പെർട്ടിക്കുലർ ഒരു സർവീസാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിലുള്ള ആളാണ്. കൺസ്ട്രക്ഷനിലുള്ള എനിക്ക് എന്ത് കിട്ടി, ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ പേരിൽ അഡ്വാൻസ് എമൗണ്ട് കിട്ടി. ഓക്കെ, 20/12/2025 21/12/2025 21/12/2021 വേണ്ട, 21/12 കഴിഞ്ഞിട്ട് 21/1/2025 സോറി 2026, അതായത് അടുത്ത വർഷം ജനുവരിയിൽ ഞാൻ എന്ത് ചെയ്തു, അഡ്വാൻസ് കിട്ടിയ ആൾക്ക് ഇൻവോയ്സ് കൊടുത്തു. ആൻഡ് 21 മാർച്ച് 26 ഞാൻ ഈ സർവീസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സർവീസ് കംപ്ലീറ്റഡ് ഡേറ്റ്. ഓക്കെ, സോ നമ്മളെ സിറ്റുവേഷൻ എന്താ, നമ്മളൊരു കൺസ്ട്രക്ഷൻ ബിസിനസ്സുകാരനാണ്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിലുള്ള ഒരാളാണ് നമ്മൾ. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിലുള്ള ആളാണ്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ നിങ്ങൾക്കറിയാം, പൊതുവെ ആദ്യം എന്ത് ചെയ്യും, ടോക്കൺ അഡ്വാൻസ് എമൗണ്ട് കൊടുക്കും അല്ലെ. നമ്മൾ ആദ്യം തന്നെ കൺസ്ട്രക്ഷനിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇന്നത്തെ ദിവസം കസ്റ്റമർ അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്നത് 20/12/2025 ഡിസംബർ 20-ന് അഡ്വാൻസ് തന്നു. നമ്മൾ ഈ കസ്റ്റമർക്ക് ഇൻവോയ്സ് ഇട്ടതെന്നാ 21/1/2026 കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവോയ്സ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫുൾ പരിപാടി ബിസിനസ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാ 21/3/2026, അത് മാർച്ച് 2026 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫുള്ള് പരിപാടി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 ഡേറ്റ് ഉണ്ട് അല്ലെ, 20/12 ഉണ്ട്, 21/1 ഉണ്ട്, 21/3 ഉണ്ട്. അത് ഡിസംബർ ഉണ്ട്, ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. എപ്പോഴാണ് കൺഫ്യൂഷൻ വരിക, ആദ്യത്തെ കൺഫ്യൂഷൻ വരിക 20/12 പേരിലുള്ള, ഇന്ന് ഡിസംബർ കഴിഞ്ഞു, ഡിസംബറിന്റെ വാറ്റ് റിട്ടേൺ മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജനുവരിയിലാണ് ഫയൽ ചെയ്യാൻ വരിക. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടില്ല, എപ്പോഴാണ് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചില്ല. നമുക്ക് 3-ാമത്തെ മൊഡ്യൂളിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ സ്റ്റിൽ നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതായത് നമ്മൾ മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാസത്തിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക അടുത്ത മാസമാണ്. ഓക്കെ, ഇപ്പോൾ ജനുവരിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക ഫെബ്രുവരിയിൽ, ഡിസംബറിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക ജനുവരിയിൽ, അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ മാസം ഫയൽ ചെയ്യാം. അപ്പൊ നമ്മളാണ് അക്കൗണ്ടന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളാണ് അക്കൗണ്ടന്റ്. നമ്മൾ ജനുവരി 2026 എത്തി. ജനുവരി 2026 എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസംബർ 2025 വാറ്റിന്റെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം അല്ലെ. അപ്പോൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വന്നു. കാരണം എന്താ, നമുക്കൊരു അഡ്വാൻസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ ഒരു ട്രാൻസാക്ഷന്റെ പേരിൽ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ അഡ്വാൻസുമ്പോൾ വാറ്റ് വരുമോ, നമുക്ക് കൺഫ്യൂഷനായി. കാരണം അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത്, അഡ്വാൻസുമ്പോൾ വാറ്റ് വരില്ല, ഇൻവോയ്സ് അല്ലേ ശരിക്കും വാറ്റ് വരിക, ഇൻവോയ്സുമ്പോൾ വാറ്റ്, അഡ്വാൻസുമ്പോൾ വാറ്റ് ഒന്നുമില്ല വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഫയൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ജനുവരി കഴിഞ്ഞു. ഓക്കെ, ഫെബ്രുവരി എത്തി. ഫെബ്രുവരി 2026 എത്തി. ഫെബ്രുവരി 2026 നമ്മൾ എന്ത് ചെയ്യണം, ജനുവരി 2026 വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ, എന്ത്, ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്, ജനുവരിയിൽ നമ്മൾ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻവോയ്സിന്റെ പേരിൽ നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണോ? കാരണം എന്ത് ചെയ്തിട്ടില്ല, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന എന്താ, 21 മാർച്ചിനാണ്. അപ്പം നമ്മുടെ
ഓണർ പറഞ്ഞത് ഇപ്പൊ അതിന്റെ പേരിൽ വാറ്റ് ഒന്നും കൊടുക്കണ്ട, കാരണം എന്താ, ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, വർക്ക് മാർച്ചിലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ, മാർച്ചിൽ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യാം, അതിന്റെ പേരിലുള്ള വാറ്റ് അടക്കാം. മാർച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ആർക്കാണോ അവരെന്ത് ചെയ്യും, ഫുൾ പേയ്മെന്റ് തരും. ആ ഫുൾ പേയ്മെന്റിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വാറ്റ് എമൗണ്ട് കൂടി വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് അടക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ മാർച്ച് കഴിഞ്ഞു. മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ 2026 എത്തി. ഏപ്രിൽ 2026 എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാർച്ചിലെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യും അല്ലെ, മാർച്ച് 2026 വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷന്റെ പേരിലുള്ള വാറ്റ് എമൗണ്ട് എന്ത് ചെയ്തത്, വാറ്റ് റിട്ടേണിൽ ഫയൽ ചെയ്ത് ഗവൺമെന്റിലേക്ക് അടച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തത് എന്താണ്, ബ്ലണ്ടർ ആണ്, അല്ലെങ്കിൽ UAE വാറ്റ് പ്രകാരം തെറ്റാണ്. കാരണം എന്താ, UAE വാറ്റ് പറയുന്നത് നിങ്ങൾ ഈ പറയപ്പെടുന്ന 3 ഡേറ്റിൽ, ഏതൊക്കെ ഡേറ്റ്, ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ഇതാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്, പിന്നെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഇതാണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, പിന്നെ ഡേറ്റ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഓർ സർവീസ് കംപ്ലീറ്റഡ്, ഇവിടെ സർവീസ് കംപ്ലീറ്റഡ് ഇതാണ്. ഈ ഡേറ്റിൽ ഏർലിയസ്റ്റ് ഏത് ഡേറ്റ് ആണോ, ഏർലിയസ്റ്റ് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ആണ് നിങ്ങൾ ഡേറ്റ് ഓഫ് സപ്ലൈ ആയി പരിഗണിക്കേണ്ടത്. ഓക്കെ, ഡേറ്റ് ഓഫ് സപ്ലൈന്റെ പ്രത്യേകത എന്താ, ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് നടന്നോ ആ പീരീഡിലെ വാറ്റ് റിട്ടേണിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ വാറ്റ് എമൗണ്ട് കൊടുക്കണം. അതായത് ഇതിൽ 3 ഏർലിയസ്റ്റ് ഏതാ നടന്നു നോക്കുക, ഏതാ ഏർലിയ നടന്നത്, ഡിസംബർ 2025 ആദ്യം നടക്കുന്നത് അല്ലെ. അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ ഏതാണ് ഇതില്, 20/12/2025 ഡേറ്റ് ഓഫ് സപ്ലൈ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പേരിലുള്ള വാറ്റ്, അല്ലെങ്കിൽ ഈ സർവീസിന്റെ പേരിലുള്ള വാറ്റ് റിട്ടേൺ എന്ന് കൊടുക്കണമായിരുന്നു ശരിക്ക്, ജനുവരി 2026 വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് ഡിസംബറിലെ ട്രാൻസാക്ഷൻസിൽ ഈ അഡ്വാൻസ് എമൗണ്ട് കിട്ടിയതിന്റെ പേരിലുള്ള അഡ്വാൻസിന്റെ പേരിലുള്ള വാറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഒരു സർവീസിന്റെയോ ഗുഡ്സിന്റെയോ ഡേറ്റ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റൂള് യൂസ് ചെയ്യുക. എപ്പോഴും എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്ത ഡേറ്റ്, ഇതിൽ ആദ്യം ഏത് സംഭവിക്കുന്നു ആ ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാറ്റ് എമൗണ്ട് കൊടുക്കേണ്ടത്. ആ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് പാർഷ്യൽ ആവാം, ഫുൾ ആവാം. പാർഷ്യൽ എന്ന് ഉദ്ദേശിച്ചത് അഡ്വാൻസ് എമൗണ്ട് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് കൊടുക്കണം. സോ UAE എന്തുണ്ട്, അഡ്വാൻസിന്റെ പേരിൽ വാറ്റ് ഉണ്ട്. ഓക്കെ, ആരും അഡ്വാൻസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് വാറ്റ് കൊടുക്കണ്ടെന്ന് വിചാരിക്കണ്ട. അഡ്വാൻസ് കിട്ടിയാലും അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് കൊടുക്കണം. ആ അഡ്വാൻസ് എമൗണ്ടിന്റെ വാറ്റ് കൊടുത്താൽ മതി, ആ എമൗണ്ടും എത്ര വരുന്നുള്ളൂ നോക്കിയാൽ മതി, എന്നിട്ട് ബാലൻസ് കിട്ടുന്ന സമയത്ത് അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് വിചാരിക്കും, ഇനി വേറൊരു സിനാരിയോയിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. വേറെ സിനാരിയോ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 20/12/2025 ഞാൻ ഒരാൾക്ക് എന്ത് ചെയ്തു, ഇൻവോയ്സ് ഇട്ട് കൊടുത്തു. അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തില്ല, പേയ്മെന്റ് ഒന്നും കിട്ടിയില്ല. അയാളുടെ പേയ്മെന്റ് കിട്ടുന്നത് 20/2/2026 അയാളുടെ പേയ്മെന്റ് കിട്ടി. അല്ല, പേയ്മെന്റ് കാണില്ല, നമ്മൾ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഗുഡ്സ് വിറ്റ ആളാണ്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. അയാളുടെ പേയ്മെന്റ് കിട്ടുന്നത് 20/4/2026 പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻ എന്താ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ആൾക്ക് ബില്ല് ഇട്ട് കൊടുത്തു, ഇൻവോയ്സ് ഇട്ട് കൊടുത്തു. അയാൾക്ക് നമ്മൾ സാധനം കൊടുക്കുന്നത് 2026 ഫെബ്രുവരിയിലാണ്, പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നതോ 2026 ഏപ്രിലാണ്. നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റൂല, ഏപ്രിൽ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വാറ്റ് അടക്കാം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത്, ഏർലിയസ്റ്റ് ഏത് സംഭവിച്ചോ അന്നത്തെ ദിവസത്തെ ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് കണ്ടിട്ട് അന്നത്തെ ദിവസത്തെ വാറ്റ് റിട്ടേണിൽ ഫയൽ ചെയ്യണം. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം സംഭവിച്ച ഏതാ, ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഡിസംബർ 2025 അപ്പൊ ഡിസംബർ 2025 ഈ ഇൻവോയ്സ് എമൗണ്ടുമുള്ള വാറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് റിട്ടേണിൽ കാണിക്കണം. വാറ്റ് റിട്ടേൺ അപ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നുന്നു, ഈ പേയ്മെന്റ് ഇനിയിപ്പോൾ വാറ്റ് നമുക്ക് ഔട്ട്പുട്ടാണ് കൂടുതലെന്ന് വിചാരിക്കുക, ഇൻപുട്ടിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വേണ്ടി വരും, വാറ്റ് അടക്കാൻ വേണ്ടി വരും. അല്ലാതെ നമുക്ക് ഈ പേയ്മെന്റ് കിട്ടുന്നവരെ കാത്തിരിക്കാൻ പറ്റൂല. നമ്മൾ ഇൻവോയ്സിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, വാറ്റ് എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വാറ്റ് അടക്കേണ്ടി വരും. പിന്നീട് ഈ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന 3 ഡേറ്റിൽ ഏർലിയസ്റ്റ് ഏത് സംഭവിക്കുന്നു ആ ദിവസമാണ് എന്ത്, ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കേണ്ടത്. ഇനി ചില സ്പെഷ്യൽ കേസുകൾ, അതിൽ ആദ്യത്തത് ഇമ്പോർട്ടിന്റെ കേസ് ആണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് RCM ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. RCM അപ്ലിക്കബിൾ ആണ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. RCM ഉള്ള ഇമ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് നടക്കുന്ന ദിവസമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു, UAE ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസിപ്പിയന്റ് ആയിട്ടുള്ള UAE നമ്മൾ വേണം എന്ത് ചെയ്യാൻ, RCM പ്രകാരം ടാക്സ് അടക്കാൻ. പക്ഷേ ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അപ്പൊ തന്നെ ടാക്സ് കൊടുക്കണ്ട. പകരം ഈ പ്രൊഡക്റ്റ് കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ആവണം.
ഇപ്പൊ ചില സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് യു എയിലേക്ക് ഡിസംബർ മാസം നിങ്ങൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. കസ്റ്റംസ് 2 മാസം ഈ പ്രൊഡക്റ്റ് എയർപോർട്ടിൽ പിടിച്ചിട്ടു. 2 മാസം എയർപോർട്ടിൽ പിടിച്ചിട്ടു. ഈ കസ്റ്റംസ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ക്ലിയറൻസ് ചെയ്തു തരുന്നത് ഫെബ്രുവരിയിലാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ 2 മാസത്തെ വാറ്റ് റിട്ടേണിൽ ഈ ഒരു ഇമ്പോർട്ടിനെ കുറിച്ച് എവിടെയും കാണിക്കണ്ട. എന്ന് കസ്റ്റംസ് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ക്ലിയറൻസ് തരുന്നു അന്ന് തൊട്ടുള്ള വാറ്റ് റിട്ടേണിൽ കാണിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ RCM പ്രകാരം ടാക്സ് അടക്കുന്ന സമയത്ത് ഓക്കെ എപ്പോഴും എന്ത് ചെയ്താൽ മതി, കസ്റ്റംസ് പ്രൊഡക്റ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് എന്താവുള്ളൂ, ഡേറ്റ് ഓഫ് സപ്ലൈ ആവുള്ളൂ. അപ്പൊ ചില സമയത്തൊക്കെ ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം ചിലപ്പോൾ എന്ത് ചെയ്യും, കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല, കസ്റ്റംസിന്റെ കയ്യിൽ തന്നെ കിടക്കാം. അങ്ങനെ കസ്റ്റംസിന്റെ കയ്യിൽ കിടക്കുന്ന പീരീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പീരീഡ് തന്നെ പോയിട്ട് എന്ത് ചെയ്യണ്ട, വാറ്റ് കൊടുക്കണ്ട. കസ്റ്റംസ് ക്ലിയറൻസ് നടക്കുന്ന സമയത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി, RCM പ്രകാരം ടാക്സ് അടച്ചാൽ മതി. ഇനി വേറൊരു ടൈപ്പാണ് കണ്ടിന്യൂസ് സപ്ലൈ. കണ്ടിന്യൂസ് സപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പോലത്തെ കേസൊക്കെ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് അടക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് കാണേണ്ടത് ആക്ച്വൽ ഡേറ്റിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന്റെ പേയ്മെന്റ് ഏതാണോ ഏർലിയർ നടക്കുന്നത് അതാണ് ഡേറ്റ് ഓഫ് സപ്ലൈ. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ഒരു 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 പെർട്ടിക്കുലർ ഒരു സ്പോട്ടിഫൈ ഓക്കെ, മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിഫൈ ഓക്കെ, സ്പോട്ടിഫൈൻ്റെ സബ്സ്ക്രിപ്ഷനുകൾ എടുത്തു. ഓക്കെ, സബ്സ്ക്രിപ്ഷനുകൾ എടുത്തു. എല്ലാ മാസവും 2-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ ഈ സ്പോട്ടിഫൈൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ഡ്യൂ ഡേറ്റ് ആണ്. എന്താവും, നിങ്ങളുടെ പേയ്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, സ്പോട്ടിഫൈ എന്ത് ചെയ്യും, പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന നിങ്ങൾ ഓട്ടോ ഡെബിറ്റ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എല്ലാ മാസവും 2-ാം തീയതി പോകും. പക്ഷേ ഒരു പെർട്ടിക്കുലർ സമയമായപ്പോൾ 2-ാം തീയതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഇല്ല, ഓട്ടോ ഡെബിറ്റ് ആയില്ല. അപ്പൊ ആക്ച്വൽ പേയ്മെന്റ് എന്ത് ചെയ്തില്ല, നടന്നിട്ടില്ല. പക്ഷെ ഇതാണ് എന്ത്, ഡ്യൂ ഡേറ്റ് അല്ലേ. അപ്പൊ സ്പോട്ടിഫൈക്ക് വാറ്റ് അടക്കാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സപ്ലൈ സ്പോട്ടിഫൈ ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ മോഡാണ്, 1 വർഷം മുഴുവനുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്. എല്ലാ മാസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബില്ലിങ് ഇങ്ങനെ ഇടുക ചെയ്യുക സ്പോട്ടിഫൈ. അപ്പോൾ സ്പോട്ടിഫൈ വാറ്റ് അടക്കേണ്ടത് എപ്പോഴാണ്, ഒന്നെങ്കിൽ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പേയ്മെന്റ് ഓഫ് ഡേറ്റ്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതിൽ ആദ്യം ഏത് സംഭവിക്കുന്നു ആ ദിവസം സ്പോട്ടിഫൈ എന്ത് ചെയ്യണം, വാറ്റ് അടക്കണം. അതായത് ഇപ്പോൾ 2-ാം തീയതി വാറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഡ്യൂ ഡേറ്റ് ആയതാണോ ആദ്യം വരുന്നുണ്ടെങ്കിൽ 2-ാം തീയതി സ്പോട്ടിഫൈ വാറ്റ് അടക്കണം. ഇനി ഒരാൾ 2-ാം തീയതിക്ക് മുന്നേ 1-ാം തീയതി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈ എന്ത് ചെയ്യണം, 1-ാം തീയതി വേണം വാറ്റ് അടക്കാൻ. സോ കണ്ടിന്യൂസ് സപ്ലൈ നടത്തുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പേയ്മെന്റ് ഡേറ്റ് വിച്ച് എവർ കംസ് ഫസ്റ്റ് അല്ലെങ്കിൽ വിച്ച് എവർ കംസ് ഏർലിയർ. പിന്നെയുള്ള ഒരു സ്പെഷ്യൽ കേസ് വൗച്ചറിന്റെ കേസാണ്. വൗച്ചർ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്, വൗച്ചറിന്റെ വാറ്റ് വരിക. അതുപോലെ അതിൽ തന്നെ MPV എന്ന് പറഞ്ഞ വൗച്ചർ നമ്മൾ പറഞ്ഞാണ്, മൾട്ടി പർപ്പസ് വൗച്ചർ. ഓർമ്മയുണ്ട് ഞാൻ വിചാരിക്കുന്നു. മൾട്ടി പർപ്പസ് വൗച്ചറിന്റെ വാറ്റ് വരിക ആ വാറ്റ് വൗച്ചർ റിഡീം ചെയ്യുന്ന പീരീഡിലാണ്. ഓക്കെ. പിന്നീടുള്ളത് 2-3 കേസുകളാണ്. അത് നമ്മൾ സപ്ലയർ സൂപ്പർവൈസ് ചെയ്യുന്ന കേസ്, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ളതാണ്. ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കമ്പനിയിൽ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വാറ്റ് വരിക ഈ ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവണം. ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, ഇൻസ്റ്റാൾ ചെയ്യൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില സാധനങ്ങൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധനം വാങ്ങി. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫാക്ടറിക്ക് വാങ്ങി. അപ്പോൾ വാങ്ങിയപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചു, 2 മാസമായിട്ട് എന്ത് ചെയ്തില്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നതെന്നോ അന്ന് എന്ത് വരുള്ളൂ, വാറ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ സെയിൽ ഓൺ അപ്രൂവലും അതുപോലെ തന്നെയാണ്. സെയിൽ ഓൺ അപ്രൂവൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സെയിൽസ് ആണ്. അതായത് ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പേയ്മെന്റ് വാങ്ങാതെ എന്ത് ചെയ്യും, ചില ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ചുമ്മാ അയച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 12 മാസത്തോളം അവർക്ക് ക്രെഡിറ്റ് വെറുതെ കൊടുക്കും. 12 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇയാൾ ഈ പ്രൊഡക്റ്റ് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലാവും, നോ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും ഇങ്ങോട്ട് തന്നെ അയക്കും. ഈ 12 മാസം കഴിഞ്ഞിട്ട് അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സെയിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെയിൽ പോലെ കാണുന്നതിനാണ് സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് വാറ്റ് വരെ 12 മാസം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ അതാണ് എന്ത് ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ കുറച്ചും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സമയത്ത് നമ്മൾ ഈ UAE ചില സമയങ്ങൾ നമ്മൾ തോന്നും UAE ടാക്സ് അടക്കണം എന്ന് തോന്നിയ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ UAE ടാക്സ് വരില്ല. കാരണം അത്
പ്ലേസ് ഓഫ് സപ്ലൈ മാറിയിട്ട് അനുസരിച്ച് ടാക്സ് മാറും. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ യു എയിൽ ടാക്സ് വരിക എപ്പോഴാ, യു എയിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എന്ത് വരുള്ളൂ, യു എയിൽ ടാക്സ് വരുള്ളൂ അല്ലേ. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, യു എയിലുള്ള ടാക്സേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ, സോ അതാണ് ആ പ്ലേസ് ഓഫ് സപ്ലൈ. നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ നമ്മൾ കേസ് സ്റ്റഡി MCQs നമ്മൾ അധികം ചെയ്യാറില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന 2-3 കേസ് സ്റ്റഡി ചോദിക്കട്ടെ എൻ്റെ ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഒരു റിഫ്രഷിന്. ഓക്കെ, അറിയുന്ന ആൻസർ പറയാം. ഓക്കെ, ആദ്യത്തത്, വെൻ ഡസ് വാറ്റ് ബിക്കം പേയബിൾ ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ വാറ്റിലോ? എപ്പോഴാണ് വാറ്റ് പേയബിൾ ആവുക? ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, 2 ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് പേയ്മെന്റ്, 3 ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ്, 4 ഡേറ്റ് ഓഫ് ഏർലിയസ്റ്റ് ഓഫ് എ ഓർ ബി ഓർ സി. ആൻസർ ABCDയിൽ ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് ചാറ്റിൽ ചെയ്താൽ മതി. ഓക്കെ 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 ഡി ആണ് അതിന്റെ ആൻസർ അല്ലേ. ഈസിയാണ്. ഏർലിയസ്റ്റ് ഓഫ് ABC ആണ് എന്ത് വരിക, ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട്, ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഈസി MCQ ആണ്. ഇതും അതേ സെയിം തന്നെയാണ്. ഒരു ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 10 മാർച്ചിന് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കസ്റ്റമറെ കയ്യിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് കിട്ടിയത് 15 മാർച്ചാണ്. സർവീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 20 മാർച്ചാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ ഏതാ വരിക? ഡേറ്റ് ഓഫ് സപ്ലൈ ഇതിൽ ഏർലിയസ്റ്റ് ഏതാണെന്നുള്ളത് 10, 15, 20. 10, 15, 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് സപ്ലൈ ഏർലിസ്റ്റ് ഏതായിരിക്കും? 10-ാം തീയതി. അപ്പോൾ എ ആണ് ഓപ്ഷൻ വരിക, 10 മാർച്ചിനാണ്. കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ്. യെസ്, കറക്റ്റ്. 10 മാർച്ചാണ് ഡേറ്റ് ഓഫ് സപ്ലൈ വരിക. യെസ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി വേറൊരു MCQ കൂടി നോക്കാം. അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം, RCM മെക്കാനിസത്തിൽ വെൻ ഈസ് ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഇമ്പോർട്ടഡ് ഗുഡ്സ്? RCM മെക്കാനിസത്തിൽ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ RCM എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുന്നത്? ആദ്യത്തെ ഓപ്ഷൻ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ആൻ ഇൻവോയ്സ് ബൈ ഫോറിൻ സപ്ലയർ. രണ്ടാമത്തെ ഓപ്ഷൻ ഡേറ്റ് ഓഫ് കസ്റ്റംസ് ക്ലിയറൻസ് ഇൻ UAE. മൂന്നാമത്തെ ഓപ്ഷൻ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു ദ സപ്ലയർ. നാലാമത്തെ ഓപ്ഷൻ ഡേറ്റ് ഓഫ് ഗുഡ്സ് ലീവ്സ് ദ സപ്ലയേഴ്സ് കൺട്രി. യെസ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ്, ഗുഡ്. ഓക്കെ, സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഒന്നും കൂടി ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ് മെക്കാനിസം അണ്ടർ UAE VAT? UAE VAT RCM അല്ലാത്തത്, നോട്ട് സബ്ജക്ട് ടു RCM ഇല്ലാത്തത് ഏതാന്നുള്ളതാണ് ചോദ്യം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം എ ഫോറിൻ സപ്ലയർ, ഇമ്പോർട്ട് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ് ഫ്രം ചൈന, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം VAT രജിസ്റ്റേർഡ് UAE സപ്ലയർ, ഇമ്പോർട്ട് ഓഫ് കൺസൾട്ടൻസി സർവീസ് ഫ്രം UK. ഇതിൽ ഏതിനാണ് RCM അല്ലാത്തത്? UAE RCM അല്ലാത്തത് ABCD. ഓക്കെ, എല്ലാരും പറയും. ഒരാൾ പറഞ്ഞിട്ടുള്ളൂ അല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതിൽ ഏതാണ് RCM അല്ലാത്തത് എന്നാ ചോദ്യം. A ആണോ, B ആണോ, C ആണോ, D ആണോ? തെറ്റിക്കോട്ടെ, പറയും, വെറുതെ ടൈപ്പ് ചെയ്യും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഓക്കെ, 2 ആള് പറയുന്നു, ബാക്കിയുള്ളവരൊക്കെ ഇതെന്താ? ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം ഫോറിൻ സപ്ലയർ. ഫോറിനുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു സർവീസ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? RCM ആണ് വരിക അല്ലേ. നമ്മൾ പഠിച്ചല്ലേ, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും സർവീസും ഒക്കെ RCMന്റെ അണ്ടറിലാണ്. സോ ഇതെന്ത് വരും? RCM വരും. രണ്ടാമത്തതോ ഇമ്പോർട്ട് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ് ഫ്രം ചൈന. ഇലക്ട്രോണിക് ഗുഡ്സ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ RCM തന്നെയാണ് അല്ലേ. ഇലക്ട്രോണിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ മറ്റേ ഇലക്ട്രോണിക് ഗുഡ്സിന് ഏറ്റവും കൺഫ്യൂഷൻ ആവണ്ട. ഇലക്ട്രോണിക് ഗുഡ്സ് UAE ഉള്ളിൽ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് RCM ആണ്. അതിപ്പോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും RCM ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റത്തെ എന്താ? ഇമ്പോർട്ട് ഓഫ് കൺസൾട്ടൻസി സർവീസ് ഫ്രം UK. UK നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനോ
അതിനും ആർ സി എം ആണ്, അതും ഇമ്പോർട്ട് അല്ലേ? ഗുഡ്സിന്റെയും സർവീസിന്റെ ഒക്കെ ഇമ്പോർട്ട് എന്താണ്? ആർ സി എം ആണ്. ഇതൊക്കെ എന്തൊരു കൺഫ്യൂഷൻ, എല്ലായിടത്തും ഇമ്പോർട്ട് 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 എന്നില്ലേ? അപ്പൊ ഇമ്പോർട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ആർ സി എം ആണ്, ഒക്കെ ആർ സി എം പെടും. സി ഓപ്ഷൻ മാത്രം എന്തല്ല, ആർ സി എം അല്ല. സി ഓപ്ഷൻ എന്താ പറയുന്നത്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ വാറ്റ് രജിസ്റ്റേർഡ് യു എ സപ്ലയർ. യു എയിലുള്ള വാറ്റ് രജിസ്റ്റർ ചെയ്തൊരു സപ്ലയറെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, അതായത് നോർമൽ നമ്മുടെ യു എയിലുള്ള പർച്ചേസ്. ഇവിടെ നിങ്ങളോട് പറയാണ് പർച്ചേസ് ഓഫ് ഗുഡ്സിന് പകരം ഇലക്ട്രോണിക് ഗുഡ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇവിടെയും ആർ സി എം വന്നേനെ. ഓക്കെ, ഇലക്ട്രോണിക് ഗുഡ്സ് എന്നാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ, ഈ ഓപ്ഷനിൽ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർ സി എം വന്നേനെ. പക്ഷെ ഇവിടെ ഇലക്ട്രോണിക് ഗുഡ്സ് അല്ല, ഇവിടെ നോർമൽ ഗുഡ്സ് എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതെന്താണ്? ആർ സി എം അല്ല, ഇത് എഫ് സി എം ആണ്. ഓക്കെ, അപ്പൊ സി ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ്. ഓക്കെ, ആൻഡ് വൺ മോർ. അണ്ടർ യു എ വാറ്റ്, ഹൗ ക്യാൻ ബിസിനസ് ക്ലെയിം വാറ്റ് പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം? ആർ സി എമ്മിൽ നമ്മൾ അടക്കുന്ന ടാക്സ് യു എയിൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക? ഒന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് കനോട്ട് ബി ക്ലെയിംഡ്, ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് ഈസ് പെയ്ഡ് ടു ദ സപ്ലയർ ആൻഡ് ക്ലെയിംഡ് ലേറ്റർ, സപ്ലയർക്ക് അടച്ചിട്ട് തിരിച്ച് പിന്നീട് ക്ലെയിം ചെയ്യാം. സി ഓപ്ഷൻ, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻ വാറ്റ് റിട്ടേൺ. ഓക്കെ, ആൻഡ് ഡി ഓപ്ഷൻ, ഇറ്റ് ഈസ് പെയ്ഡ് ടു എഫ് ടി എ സെപ്പറേറ്റ്ലി. ഏത് ഓപ്ഷനാ തോന്നുന്നത്? ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യാത്തതാണ് പൊതുവെ, നമ്മൾ ചെയ്യാത്ത എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിച്ച സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതുകൊണ്ടല്ലേ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എം സി ക്യൂസ് ചെയ്യാം. പക്ഷെ ഇത് ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, പിന്നെ എം സി ക്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ടാ. പറയാ അപ്പോ എ ബി സി ഡി ഏതാ തോന്നണേ? ഏതാ വരിക? ഇൻപുട്ട് എങ്ങനെയാ നമ്മൾ ആർ സി എം പ്രകാരം നമ്മൾ എടുക്കുക? വാറ്റ് റിട്ടേണില്ലേ? സി ഓപ്ഷൻ അല്ലേ കറക്റ്റ്? ടൈപ്പ് ചെയ്യാൻ മടിയായതുകൊണ്ടാണോ അതോ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. അറിയാത്ത ആരും ഉണ്ടാവരുതേ. ആർ സി എം പ്രകാരം എങ്ങനെ ഇൻപുട്ട് എടുക്കുക? അതേ വാറ്റ് റിട്ടേണിലെ ഔട്ട്പുട്ടും ഇൻപുട്ടും കാണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആർ സി എം പ്രകാരമുള്ള ടാക്സ് എടുക്കാം. ഓക്കെ, ആൻഡ് രണ്ട് എം സി ക്യൂ കൂടി ഉണ്ട്. ഒറ്റ എം സി ക്യൂ ചോദിക്കട്ടെ. ഓക്കെ, യു ഐ വാറ്റിൽ വിച്ച് സെക്ടർ ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം? ആർ സി എമ്മിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തത് ഏതാണെന്നുള്ള? എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്, സപ്ലൈ ഓഫ് ക്രൂഡ് ഓയിൽ ആൻഡ് ഹൈഡ്രോ കാർബൺ, റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ്. കറക്റ്റ്, എല്ലാവരും കറക്റ്റ്, സി ഓപ്ഷൻ. അപ്പൊ എല്ലാവരും നേരത്തെ ആൻസർ ഒന്നും കിട്ടാത്തോണ്ടാണ് ടൈപ്പ് ചെയ്യാൻ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറെ എവിടെയും പോയതാണോ. നേരത്തെ എന്താ ഇപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാഞ്ഞു? ഇത് മനസ്സിലായിട്ടില്ല അപ്പൊ? കുഴപ്പമില്ല, ഇനി കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞോളി, എന്തേ പറയണ്ടോ? അല്ല, മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇഷ്ടം വായിച്ചിട്ട് ഡൗട്ട്, ആ ഇച്ചിരി സമയം എടുക്കുന്നത്. ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ പറയണ്ടേ, നിങ്ങള് മൈക്ക് ഓൺ ചെയ്ത് പറയും എന്നാലേ. ആ, ഓക്കെ ഓക്കെ. ഓക്കെ, അടുത്തത്. ഇഫ് യു എ ബിസിനസ് ഇമ്പോർട്ട്സ് ഗുഡ്സ് ആൻഡ് ഫെയിൽസ് ടു അക്കൗണ്ട് വാറ്റ് അണ്ടർ ആർ സി എം, വാട്ട് ആർ ദ പോസിബിൾ കോൺസിക്വൻസസ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യു എയിൽ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. നമ്മളൊന്നും എന്ത് ചെയ്തില്ല? ആർ സി എമ്മിൽ കാണിക്കാൻ വിട്ടുപോയി, വാറ്റ് റിട്ടേണിൽ കാണിക്കാൻ വിട്ടുപോയി. നമുക്ക് എന്ത് കോൺസിക്വൻസാ വരിക? വാറ്റിൽ എന്താണ് കോൺസിക്വൻസ് വരിക? ഇത് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കാണ്. നമ്മൾ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഉത്തരം, നിങ്ങളെ മൈൻഡിൽ ലോജിക്കലി തോന്നുന്ന ഒരു ഉത്തരം പറയും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എ, നോ പെനാൽറ്റി, ഒരു പെനാൽറ്റി ഒന്നും വരില്ല, ആർ സി എം മിസ്സായതാലും കുഴപ്പമില്ല. രണ്ടാമത്തെ എ, ഫൈൻ ആൻഡ് പൊട്ടൻഷ്യൽ ഓഡിറ്റ് ഫ്രം എഫ് ടി എ, എന്നൊരു ഓഡിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സി, സപ്ലയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാറ്റ്. ഡി, ട്രാൻസാക്ഷൻ ഈസ് കൺസിഡേർഡ് ടാക്സ് എക്സംപ്റ്റഡ്. ഓക്കെ, സമയം എടുത്ത് ആലോചിച്ചിട്ട് മനസ്സിലായത് പറഞ്ഞാൽ മതി. പല അഭിപ്രായങ്ങളുണ്ട്, അങ്ങനെ അങ്ങനെ പറയും, കുഴപ്പമില്ല. ബിയും സിയും ബിയും വന്നു. ഓക്കെ, ബിയും വന്നു. ഓക്കെ,
ഓക്കെ, എല്ലാവരും പറഞ്ഞില്ലേ? ഞാൻ ഇനി ആരെയും വെച്ചിട്ട് ഓക്കെ. സോ അതിന്റെ ആൻസർ സി ആണ് വരിക. ഓക്കെ, ഫൈന് പൊട്ടൻഷ്യൽ ഓഡിറ്റ് വരാനും സാധ്യത ഇല്ല. കൂടുതലും സി ആണ് വരിക. കാരണം അതിന്റെ വാറ്റ് ശരിക്കും റെസീപ്പിന്റെ അടക്കണം, RCM പ്രകാരം റെസീപ്പിന്റെ അടക്കണം. ഇനി റെസീപ്പിന്റെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ചുമതല ആരിലേക്ക് പോകും? സപ്ലയറിലേക്ക് പോകും. സപ്ലയറെങ്കിലും എന്ത് ചെയ്യണം? അടക്കണം എന്നുള്ളതാണ് ചുമതല. അല്ലാതെ ഫൈന് പൊട്ടൻഷ്യൽ ഓഡിറ്റ് വരില്ല, ഫൈനൊന്നും വരില്ല. നമ്മൾ ഇമ്പോർട്ട് മിസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഫൈൻ വരില്ല. ഫൈന് വേറെ തന്നെ വരും, അത് ഇമ്പോർട്ടിന്റെ വേഴ്സ് അല്ല. വാറ്റ് റിട്ടേണിൽ നമ്മൾ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈനും പൊട്ടൻഷ്യൽ ഓഡിറ്റ് ഒക്കെ വേറെ വരും. സോ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ സി ആണ്. ബി തെറ്റാണെന്നല്ല, പക്ഷെ ബിനേക്കാളും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഫൈന് പൊട്ടൻഷ്യൽ ഓഡിറ്റ് വരില്ല എന്നല്ല. പെനാൽറ്റി ഇല്ലാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ടാക്സ് എക്സംപ്റ്റഡും അല്ല. ഓക്കെ, സോ അതാണ് ഡേറ്റ് ഓഫ് സപ്ലൈ. സോ നമ്മൾ കുറച്ച് MCQ ചെയ്തു. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്നും എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, എല്ലാ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലെ MCQ ഉണ്ട്. ഞാനത് പൊതുവെ സ്കിപ്പ് ചെയ്ത് പോരാന്ന് വെച്ചാൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അന്ന് തന്നെ എന്ത് ചെയ്യാം, ആ ചാപ്റ്ററിന്റെ MCQസും കൂടി പറയാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഠിച്ച സാധനം നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, തലയിലൂടെ ഒന്ന് കയറിപ്പോവും. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്യും, നമ്മളൊന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ദിവസം പ്ലേസ് ഓഫ് സപ്ലൈ, അതുപോലെ ഇമ്പോർട്ട്, അതുപോലെ നമ്മൾ ഡെസിഗ്നേറ്റഡ് സോണ്, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകളൊക്കെയാണ് ഇനി അടുത്ത ദിവസം പറയാനുള്ളത്. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാളെ കാണാം. മൺഡേ നാളെയല്ല, മൺഡേ.